സൈലം ലേണിംഗ് ശ്വേത മിസ് ആണ് കേട്ടോ. അപ്പൊ ഇനി മുതൽ മക്കൾക്ക് മാത്സ് എടുക്കാൻ മിസ്സും കൂടെ ഉണ്ടാവുന്നതായിരിക്കടാ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അബാക്കസില് എങ്ങനെയാണ് സംഖ്യകളെ കൗണ്ട് ചെയ്യാം, ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വന്നിട്ടുള്ളത്. മക്കളെ, എല്ലാവർക്കും അറിയാം, നമ്മളിപ്പോ 132 എന്നുള്ളൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ ഈ 2 എന്ന് പറയുന്നത് എന്താണ്? ഒന്നിന്റെ സ്ഥാനം അഥവാ വൺസിന്റെ സ്ഥാനമാണല്ലേ. 3 എന്ന് പറയുന്നതോ 10ന്റെ സ്ഥാനം അഥവാ ടെൻസിന്റെ സ്ഥാനമാണ്. 1 എന്ന് പറയുന്നതോ 100ന്റെ സ്ഥാനം അഥവാ ഹൺഡ്രഡ്സിന്റെ സ്ഥാനമായിരിക്കും. ഇവിടെ ഇതാ OTH എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒന്നുമില്ല, ഇത് വൺസ് ആണ്, ഇത് ടെൻസ് ആണ്, ഇത് ഹൺഡ്രഡ്സ് ആണ്. ഇത്രയുള്ളടാ. മിസ് ചെയ്യുന്നത് എന്താന്ന് മക്കള് സൂക്ഷിച്ചു നോക്കണം. ഈ ഓരോ വടിയിലേക്കും കുറച്ച് ബീഡ്സ് ഇങ്ങനെ വീഴും. ആ ബീഡ്സ് എത്രയാന്ന് കൗണ്ട് ചെയ്ത് നമ്മൾ നേരെ എഴുതുക. അതായത് 1ന്റെ സ്ഥാനത്തുള്ള ബീഡ്സിനെ 1ന്റെ താഴെ എഴുതുക, ടെൻസിന്റെ സ്ഥാനത്ത് വീഴുന്ന ബീഡ്സിനെ ടെൻസിന്റെ താഴെ എഴുതാം, ഹൺഡ്രഡ്സിന്റെ സ്ഥാനത്ത് വീഴുന്ന ബീഡ്സിനെയോ ഹൺഡ്രഡ്സിന്റെ താഴെ ഇടാം. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ മക്കളെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ദാ വൺസിന്റെലേക്ക് ഒരു ബീഡ് വീണല്ലേ, രണ്ടാമത്തെ ബീഡ് വീണു വൺസിലേക്ക്, മൂന്നാമത്തെ ബീഡ് വീണു, നാലാമത്തെ ബീഡ് വീണു. മഞ്ഞ ബീഡ്സ് ഒക്കെ കഴിഞ്ഞല്ലേ ആ ബൗളില്. അപ്പൊ വൺസിന്റെ സ്ഥാനത്ത് എത്രയുണ്ടടാ? 1 2 3 4 4 ബീഡ്സ് ആണല്ലേ. അപ്പൊ മിസ് ഇവിടെ 4 എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ടെൻസിന്റെയിലേക്കോ 1 ബീഡ് വീണു, 2 ബീഡ്സ് വീണു, 3 ബീഡ്സ് വന്നല്ലേ. അപ്പൊ 3 ടെൻസിന്റെ സ്ഥാനത്ത് മിസ് എഴുതി വെക്കാണ്. ഇനി ഹൺഡ്രഡ്സിന്റെയിലോടാ 1 ബീഡ് വീണു, 2 ബീഡ് വീണല്ലേ. അപ്പൊ ഹൺഡ്രഡ്സിന്റെയില് മിസ് 2 എഴുതി വെച്ചു. ഇതാണടാ നമ്മളെ നമ്പർ 234. അതായത് 4 ആണെങ്കിൽ ഇവിടെ 4 ബീഡ്സ് ഉണ്ടാകും, 3 ആണെങ്കിൽ ഇവിടെ 3 ബീഡ്സ് ഉണ്ടാകും, 2 ആണെങ്കിലോ ഇവിടെ 2 ബീഡ്സ് ഉണ്ടാകും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണല്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഇവിടെ ഏതാ? വൺസിന്റെയില് 1 2 3 3 ബീഡ്സ് ആണല്ലേ. മിസ് അവിടെ 3 എഴുതി വെച്ചിട്ടുണ്ട്. ടെൻസിന്റെയിലോ 1 2 3 4 4 ബീഡ്സ് ആണ്. മിസ് 4 എഴുതി. ഹൺഡ്രഡ്സിന്റെയില് 1 ബീഡാണ്. അപ്പൊ ഇവിടെ 1 എന്നും എഴുതി. ഇത്രയ്ക്ക് എളുപ്പമാണല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോ 223. നമുക്ക് നമ്പർ തന്നിട്ടുണ്ട്, നമ്മൾ ബീഡ്സ് വരയ്ക്കണം. ഫസ്റ്റ് തന്നെ നമുക്ക് വൺസിൽ തുടങ്ങിയാലോ. 3 ബീഡാണ്. അപ്പൊ മിസ് ഇതാ ഇവിടെ 3 ബീഡ് വരയ്ക്കാൻ പോവാണേ. 1 2 3 3 ബീഡ് വരച്ചല്ലോ. ഇനി അടുത്തത് ടെൻസിന്റെയില് 2 ബീഡാണ് വരയ്ക്കേണ്ടത്. 1 2. ഇനി ഹൺഡ്രഡ്സിന്റെയിലോ 2 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഹൺഡ്രഡ്സിന്റെയിലും മിസ് 2 ബീഡ് വരയ്ക്കും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണല്ലേ ഇത് ചെയ്യാൻ. ഇതുപോലെ ടെക്സ്റ്റിലും കുറെ എക്സസൈസ് ഉണ്ട് മക്കളെ എല്ലാവരും ചെയ്ത് തന്നെ നോക്കണം കേട്ടോ, എന്നാലേ ഇത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ ഇന്നത്തെ ക്ലാസ്. മിസ് ഇനി അടുത്തൊരു അടിപൊളി ക്ലാസ്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.